ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ വൈകിട്ട് നമ്മൾ ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ വളരെ ഹെൽത്തിയാണ്. നമുക്ക് 2-3 പഴം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയും ഇത്തിരി പഞ്ചസാരയും ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേഗം തന്നെ വീഡിയോയിൽ കിടക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാമേ. അപ്പോൾ ഇതിനൊക്കെയാണ് ഞാനിപ്പം ഒരു 2-3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴുത്തതായാലും പഴുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇപ്പം നമുക്കിനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് ഒരു നീളത്തിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പം മുറിച്ചെടുത്ത് അതിൻ്റെ ഒരു ഇതില്ല. നമ്മൾ ഇതുപോലെ നീളത്തിലൊന്ന് നല്ലൊരു കനത്തിലൊന്ന് മുറിച്ചെടുക്കണേ. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 2 മുട്ട വേണ്ടി വരില്ല. അപ്പോൾ എന്നാലും നമുക്ക് അത്ര എടുത്ത് വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഈ ഫോർക്ക് കൊണ്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അല്ലാതെ ഭയങ്കരമായിട്ട് ഫ്ലഫി ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് ഈ ഒരു കണക്കിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഇത്തിരി എണ്ണ ഒന്ന് ഒഴിച്ച് നമുക്ക് ചൂടാകാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് ആദ്യം ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മുക്കണേ. മുക്കിയിട്ട് പിന്നെ നമുക്ക് ഈ ബ്രെഡ് ക്രംസിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് നല്ല ചുറ്റും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിൽ നന്നായിട്ടത് പിടിച്ചിരിക്കണേ. എന്നിട്ട് ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. ഈ ഒരു രീതിക്ക് ഒന്ന് നന്നായിട്ട് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇതാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ഫ്രൈ ചെയ്യാൻ കണക്കിന് ഇതാണ് ആക്കി എടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് ആക്കി എടുക്കണേ. ഇതിപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് കാണിക്കുക. ഇതുപോലെ തന്നെ മുട്ടയിലൊന്ന് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടത് കോട്ട് ചെയ്ത് വരണം. അതിൻ്റെ മേളിലാണ് നമ്മൾ എങ്കിലേ ഈ നമ്മുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ കേട്ടോ. അതിനാണ് നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് പതിയെ ഒന്ന് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഈ ഒരു രീതിക്ക് പതിയെ ഒന്ന് ഈ ഒരു കണക്കിന് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നന്നേ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ അത് ഇത്രയും ഒന്ന് ഞാനൊരു 9 പീസാണ് ഞാൻ എടുത്തത്. 9 പീസ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മൾ ചായ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് യാതൊരു ഇതും നമുക്ക് ചേർത്തിട്ടില്ല. പഞ്ചസാരയൊക്കെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കണ്ടല്ലോ, 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതൊരു നമുക്ക് എടുത്ത് മുറിച്ച് നോക്കാം. ഈ ഒരു കണക്കിനാണ്ട് ഇരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ. 2 ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാൻ കിട്ടുന്നതല്ല. അപ്പം നമ്മുടെ ഇത്തിരി മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.